േത് ഈ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന തന്നെയാണല്ലോ അതിലെ വിഷയവും. സുപ്രീം കോടതി വരെ പോയിട്ട് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിധിന്യായം പോലും ആ കേസിന്റെ നടപടികൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല എന്നത് ഒരു വസ്തുതയായിരിക്കെ തന്നെ ഇതൊരിക്കലും അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒന്നാണ് എന്ന നിലയിലാണ് കോടതിയുടെ ഉത്തരവിലും വന്നിരിക്കുന്നത്. ഭാഗികമായ വിധി, അതായത് നിങ്ങൾക്ക് വരവിൽ കവിഞ്ഞ സ്വത്ത് ഉണ്ടായിരിക്കാം, പക്ഷേ അതിൻ്റെ വഴികൾ കൃത്യമായി കണ്ടെത്തപ്പെടണം. അത് എത്രമാത്രം അസാധ്യമാണ് എന്ന് അങ്ങേക്കറിയുന്നതാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന ആർ ബാലകൃഷ്ണപിള്ള എന്നൊരു ഒറ്റ പേരിലേക്ക് അത് ചുരുങ്ങുന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, വിജിലൻസുമായി ബന്ധപ്പെട്ട് അപമാനിക്കാൻ ശ്രമിച്ചാൽ അത് നേരിടുമെന്ന്. അതാണ് പ്രശ്നം, അല്ലാതെ അഴിയണം എന്നതാണ് എന്ന് കരുതുക അങ്ങനെ വയ്യ. അല്ല, അഴിയണമെന്നല്ല ഞാൻ ചോദിക്കട്ടെ, ഈ 5 വർഷം ഇവിടെ ഉമ്മൻചാണ്ടി ഭരിച്ച കാലത്താണല്ലോ ഈ കേസ് മുഴുവൻ നിലനിൽക്കുന്നത്. ആ കാലത്ത് അദ്ദേഹം ഒരു കാര്യം ചോദിച്ച ചോദ്യം ഇപ്പോഴും നമുക്കൊക്കെ ഓർമ്മയുണ്ട്. എൻ്റെ പേരിൽ ഒന്നുകിൽ ഒരു FIR ഇടുക, എന്നാൽ എനിക്ക് കോടതിയിൽ പോകാം, അല്ലെങ്കിൽ ഇത് പറഞ്ഞ മുഖ്യമന്ത്രിക്കെതിരെ കോടതി പോകാൻ, മാനനഷ്ടത്തിന് പോകാൻ എനിക്ക് അനുവാദം നൽകുക, വാദിയായോ പ്രതിയായോ എന്നെ കോടതിയിലേക്ക് വിടുക. രണ്ടിലൊന്ന് ഗവൺമെൻറ് ചെയ്യാലോ. ചെയ്തില്ലല്ലോ. എന്തേ ചെയ്യാതിരുന്നത്? വാദിയായോ പ്രതിയായോ വിടാലോ. അദ്ദേഹത്തിന് മാനനഷ്ട കേസിന് വാദിയായിട്ട് പോവാം, അല്ലെങ്കിൽ പ്രതിയായിട്ട് പോവാം. എന്തേ കൊടുക്കാതിരുന്നത്? കൊടുത്താൽ കോടതിയിൽ പോയാൽ പലതും വരും. വേണു പറഞ്ഞ മാതിരി ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള കാര്യം അതൊക്കെ കോടതിയും ഒരുപാട് ചർച്ചയും കഴിഞ്ഞിട്ടാണ്. പക്ഷേ ജയലളിത അഴിമതി നടത്തി എന്നുള്ള കാര്യത്തിൽ ഈ ഭൂലോകത്ത് ഒരാൾക്ക് സംശയം ഉണ്ടാവില്ല. ഒരു ഭാവം ഒരിപ്പോൾ അന്ത്യാസന്ന നിലയിലാണ്, അങ്ങനെ പറയാൻ പാടില്ല. എങ്കിൽ കൂടി പറയാതിരിക്കാൻ വയ്യ. പിന്നെ പിടിക്കപ്പെടില്ല എന്നുള്ളത് അവിടെയാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ ധൈര്യം. വേണു പറയുന്നത് ഒരു അഴിമതിക്കാരനും ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നാണോ? അങ്ങനെ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അഴിമതിക്കാർ പിടിക്കപ്പെടണം ആരായാലും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്ന ആളാണ്. ശരിയാണ്, പക്ഷേ അതിൽ നിയമപരമായ പോരായ്മകളുണ്ട്. നമ്മുടെ നിയമത്തിൽ തന്നെ അതിന്റെ പഴുതുകളും പോരായ്മകളും ഉണ്ട് എന്നത് അങ്ങേക്കും അറിയുന്നതാണ്. ഞാൻ തിരികെ എത്താം. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, മാധ്യമങ്ങളിപ്പോൾ ചില കേന്ദ്രങ്ങളുടെ താല്പര്യപ്രകാരം ഒരു പുതിയ കേസെടുത്തിടുകയാണോ? ഒട്ടും പ്രസക്തമല്ലാത്ത ഒന്ന് ഇന്നലെ എന്ന മട്ടിൽ അവതരിപ്പിച്ച് ഇന്നിത് ജനശ്രദ്ധയിലെത്തിച്ച് നാളെ തന്നെ നടപടിയെടുക്കുന്ന വിധത്തിൽ എന്ന് ശ്രീ ജേക്കബ് തോമസ് പരിഹസിച്ച ഒന്നാണോ നാം ചർച്ച ചെയ്യുന്നത്? ഇപ്പോൾ ഈ ചർച്ചയിലെ ജോസഫും പുതുശ്ശേരി ജേക്കബ് തോമസിനെ വിമർശിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം അത് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇനി അടുത്തതായിട്ട് ടെലിഫോണിൽ നമ്മോട് സംസാരിക്കാൻ പോകുന്ന ജോസഫ് വാഴക്കൻ അങ്ങനെ ഒരു നിലപാടെടുത്താൽ നമുക്ക് മനസ്സിലാക്കാം. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, എന്തിനാണ് CPMൻ്റെ പ്രതിനിധി റഹീം ജേക്കബ് തോമസിനെ ന്യായീകരിക്കുന്നത്? അദ്ദേഹം സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറൊന്നും അല്ലല്ലോ. അപ്പോൾ എന്തിനാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം. പിന്നെ ഇപ്പോൾ വേണു ചോദിച്ചൊരു കാര്യത്തിലേക്കാണ് ഞാൻ മറ്റൊരു ചിത്രം അങ്ങയുടെ മുമ്പ് വയ്ക്കട്ടെ. ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഈ റിപ്പോർട്ട് ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ പലരും ചർച്ച ചെയ്യുന്നുണ്ട്. ഈ റിപ്പോർട്ട് മറ്റൊരാൾക്കെതിരെ, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു UDF സർക്കാരിൻ്റെ ഭാഗമായിരുന്ന ഒരാൾ, അല്ലെങ്കിൽ അനഭിമതനായ ഏതെങ്കിലും IAS ഉദ്യോഗസ്ഥൻ, അവർക്കെതിരെയായിരുന്നു ഈ റിപ്പോർട്ട് വന്നിരുന്നത് എങ്കിൽ ശ്രീ ജേക്കബ് തോമസ് എന്ത് നിലപാടെടുക്കുമായിരുന്നു? ഞാൻ ഒറ്റ കാര്യമാണ്, ഞാൻ ജേക്കബ് തോമസ് 5 പൈസ മോഷ്ടിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. അത് ഞാൻ PCയുടെ കൂടെയാണ്. ഒരു കാര്യം കൂടി അങ്ങേക്ക് തുടരാം. അതിനു മുമ്പ് ശ്രീ PCയുടെയും കൂടെ അറിവിലേക്കായി, ഇത് സിഡ്കോയും ഇത് കെൽട്രോണുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമല്ല. ആലുവയിലെ ഒരു സ്വകാര്യ സ്ഥാപനവും ബന്ധപ്പെട്ട ഇടപാടിലും നഷ്ടമുണ്ടായി. ഞാൻ പറഞ്ഞത് പിന്നെ സ്വന്തം അച്ഛൻ്റെ കാര്യത്തിൽ പോലും ഒരു പക്ഷപാതപരമായ നിലപാട് എടുക്കാത്തതെന്ന് ശ്രീ PCക്ക് കൃത്യമായിട്ട് നന്നായിട്ട് അറിയാവുന്നതായിരിക്കും. അദ്ദേഹം അവർ അയൽക്കാരുമാണ്. അപ്പോൾ അദ്ദേഹം ഒരു പൈസ മോഷ്ടിക്കുമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, പിന്നെ സിഡ്കോയോ അല്ലെങ്കിൽ കെൽട്രോൺ, എന്തുകൊണ്ടാണത് ചട്ടവിരുദ്ധമാകുന്നത്? 10 ലക്ഷം രൂപയിൽ കൂടുതൽ വില വരുന്ന കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ വാങ്ങണമെങ്കിൽ IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സർക്കാരിൻ്റെയും ഉത്തരവ് വേണം, അനുമതി വേണം. ഉണ്ടോ? ഈ സിഡ്കോയും പിന്നെ കെൽട്രോണും സർക്കാർ സ്ഥാപനങ്ങളാണ്. പക്ഷേ അവർ ഈ കച്ചവടത്തിന് അക്രഡിറ്റഡ് അല്ല. അത്തരക്കാരല്ലാത്തൊരു കമ്പനിയിൽ നിന്ന് ഒരു സാധനം വാങ്ങുന്നത് ചട്ടങ്ങൾക്ക് അനുകൂലമാണോ? അല്ലെങ്കിൽ അദ്ദേഹം വാങ്ങിയ സാധനങ്ങൾ പലയിടത്തും പ്രയോജനമില്ലാതെ കിടക്കുന്നു. അദ്ദേഹം ആലുവ ഫുഡ് ഫോറസ്റ്റ് ഇൻഡസ്ട്രീസിൽ നിന്ന് വാങ്ങിച്ച, അത് വനംവകുപ്പുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളെ വാങ്ങാവൂ. ഇവിടെ അങ്ങനെ അല്ലാത്ത തുറമുഖ വകുപ്പുമായി ബന്ധപ്പെട്ട് വാങ്ങിയെന്നാണ് ആക്ഷേപം. അതെന്തും ആയിക്കോട്ടെ, ആ വാങ്ങിയതിൽ ഒരു 13 ലക്ഷം രൂപയുടെ നഷ്ടം വരുന്നു പറയുന്നു. കെട്ടിടം പണിതതിൽ ഒരു ക്രമക്കേടുണ്ടായി, അതുകൊണ്ട് അധികമായിട്ട് 2.5 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തും തെറ്റുമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ ആ ഇൻറ്റഗ്രിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇവിടെ എന്താ സംഗതി, ഇവിടെ എന്താ കാര്യം? ഇതിൻ്റെ മെറിറ്റാണ്. ഇത് ചെയ്തിരിക്കുന്നത് ധനകാര്യ വകുപ്പിൻ്റെ ഇൻസ്പെക്ഷൻ വിങ്ങാണ്. അത് മാണിയുടെ കാലത്ത് ചെയ്തതാണ്, മറ്റേ കാലത്ത് ചെയ്താണെന്നൊക്കെ പറയാം. പക്ഷേ ഒരു സർക്കാർ, ഒരു വകുപ്പ് അങ്ങനെ KM മാണിയോ ഉമ്മൻചാണ്ടിയോ പറഞ്ഞാൽ തോന്നുന്നതെന്ന് എഴുതി കൊടുക്കുന്നതല്ല. അങ്ങനെ ഒരു സംഭവം ഇവിടെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു. അപ്പോൾ ആ ജനങ്ങളുടെ മുമ്പിൽ അന്വേഷിക്കണ്ടേ?
ഇത് ശരിയാണോ എന്ന് അന്വേഷിക്കണ്ടേ? ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു, അദ്ദേഹം 5 പൈസ മോഷിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വ്യക്തിപരമായി അഴിമതി നടത്തിയെന്നോ മോഷ്ടിച്ചുവെന്നോ ഒരു ആക്ഷേപവുമില്ല. ഞാൻ പറയട്ടെ, കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇത് ഒന്ന് അന്വേഷിക്കണ്ടേ? ഇത് അന്വേഷിക്കേണ്ടത് ആരാണ്? ഇതിപ്പോൾ തുറമുഖ വകുപ്പിൻ്റെ ഒരു വകുപ്പ് തല നടപടിയിലേക്കാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊരു അഴിമതിയാണ്, ഈ അഴിമതി ആരോപണമാണ്. അതൊരു സർക്കാരിൻ്റെ റിപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ അതിന്മേൽ കൂടുതൽ അന്വേഷണം വേണ്ടേ? അപ്പോഴാരാണ് അന്വേഷണം നടത്തുക എന്നുള്ള ചോദ്യത്തിലേക്ക് നമുക്ക് ഇങ്ങോട്ട് വരാം. പിന്നീട് വേണു ചോദിച്ചൊരു കാര്യം, ശ്രീ ജേക്കബ് തോമസ് എന്ന് പറയുന്നു, ഇത് വളരെ പണ്ടെന്തോ നടന്ന ഒരു കാര്യം ഇപ്പോൾ വളരെ നിക്ഷിപ്ത താല്പര്യക്കാർക്ക് വേണ്ടി ചില മാധ്യമങ്ങൾ, ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഫൈനാൻസ് വകുപ്പിൻ്റെ ഇൻസ്പെക്ഷൻ വിങ്ങിൻ്റെ ഒരു റിപ്പോർട്ടാണ്, അല്ലാതെ ആരും സൃഷ്ടിച്ചെടുത്തതല്ല. അല്ല, പി സി ചോദിക്കുന്നു അത് ഈ ഘട്ടത്തിൽ വരുന്നത് എന്തുകൊണ്ട്? സിആറും അത് തന്നെയാണ് ചോദിക്കുന്നത്, ഈ ഘട്ടത്തിൽ. അങ്ങനെ ഒരു റിപ്പോർട്ട് ഇത് വിവരാവകാശ നിയമപ്രകാരം ആരോ ചോദിച്ചപ്പോഴാണ് കിട്ടിയത്. അത് ജനങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുക. പിന്നെ ശരിയാണ്, പി സി ചോദിച്ചതും പിന്നെ ശ്രീ CR നീലകണ്ഠൻ ചോദിച്ചതും ഒരു കാര്യമാണ്. ഈ ഘട്ടത്തിൽ എന്ത് വരുന്നു സാർ? ഇത് രാഷ്ട്രീയമാണ് സാറേ. പി സി ജേക്കബ് തോമസിൻ്റെ നിലപാടുകൾ, നടപടികൾ, അത് അദ്ദേഹം ചുവന്ന കാർഡും മഞ്ഞക്കാർഡുമായിട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ അദ്ദേഹത്തെ നിശബ്ദനാക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒതുക്കാനോ ഉള്ള ഉദ്ദേശത്തോടെ ആരെങ്കിലും ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തെറ്റല്ലാതിരിക്കുന്നില്ല, ഈ റിപ്പോർട്ട് പ്രസക്തമല്ലാതായിരിക്കുന്നില്ല. ഈ റിപ്പോർട്ടും വല്ല അന്വേഷണം വേണ്ടിയിരിക്കുന്നു. ആ അന്വേഷണം ഇത് നടക്കേണ്ട ഒരു വിജിലൻസ് അന്വേഷണമാണ്. ഈ ഒരു വിജിലൻസ് അന്വേഷണം അദ്ദേഹം ഡയറക്ടറായിരിക്കുന്ന ഒരു സംവിധാനം ചെയ്താൽ ശരിയാണോ എന്ന ചോദ്യത്തിന് ഒരല്പം ന്യായമില്ലേ? നമുക്കത് മനസ്സിലാക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ നമുക്കിവിടെ ഏതോ രാധാകൃഷ്ണനെ കുറിച്ച് പറഞ്ഞാലോ, ഈ രാധാകൃഷ്ണനൊക്കെ ആരാ? വ്യവസായ വകുപ്പിൽ നിന്ന് EP ജയരാജൻ്റെ പ്രസംഗത്തെക്കുറിച്ചാണല്ലോ ശ്രീ PC പറഞ്ഞത്. ഈ മലബാർ സിമൻസിലെ അഴിമതി എന്നൊക്കെ പറഞ്ഞ ഈ കഥകളെല്ലാം നമുക്കറിയാമല്ലോ. ആരാ ഈ രാധാകൃഷ്ണൻ? അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു, ആ റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കട്ടെ. അദ്ദേഹം ഇതിൽ നിന്ന് കറപുരളാത്ത ഒരാളായിട്ട് പുറത്തു വരേണ്ട അദ്ദേഹത്തിന്റെ കൂടെ ആവശ്യമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ ജോസഫ് വാഴക്കൻ, കോൺഗ്രസ് വക്താവ്, ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? സണ്ണിക്കുട്ടി ഒരു ചോദ്യം ചോദിച്ചോട്ടെ? സണ്ണിക്കുട്ടി, ജോർജിന് ഇഷ്ടം പോലെ ചോദിക്കാം. സണ്ണിക്കുട്ടിയോട് ഒന്ന് ചോദിക്കട്ടെ. ഇങ്ങനെ മാറി കിട്ടിയ പ്രശ്നം തീർന്നു. ഇയാൾ മാറിക്കിട്ടിയാൽ പ്രശ്നം തീർന്നു. എനിക്ക് അദ്ദേഹം മാറുന്നതുകൊണ്ടും പ്രശ്നമില്ല, അദ്ദേഹം നിലനിൽക്കുന്നത് കൊണ്ടും പ്രശ്നമില്ല. പക്ഷേ മഞ്ഞ കാർഡും ചുവന്ന കാർഡുമായി നിൽക്കുന്ന റഫറി, ആ റഫറിക്ക് നേരെ ഒരു ചുവന്ന കാർഡ് നീളാൻ കാരണമുണ്ടായിരുന്നു. അദ്ദേഹം അഗ്നിശുദ്ധി പ്രാപിച്ച് പുറത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു നല്ല അദ്ദേഹത്തോട് സണ്ണിക്കുട്ടി പറയാൻ മനസ്സിലാക്കേണ്ടത്, സണ്ണിക്കുട്ടി ആദ്യഘട്ടം ജോർജ് പറഞ്ഞോ, മാറി നിൽക്കണം. അപ്പൊ കള്ളന്മാരെല്ലാം രക്ഷപ്പെട്ടോളൂ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ജോർജ് എഴുതാപ്പുറം വെറുതെ വായിക്കണ്ട. ഞാൻ പറഞ്ഞൊരു കാര്യം, ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ആരോപണ വിധേയനായിരിക്കുന്ന ആള് ഇവിടുത്തെ വിജിലൻസിന്റെ ഡയറക്ടറാണ്. അദ്ദേഹം അതിനകത്ത് ശ്രീ ജോസഫ് വാഴക്കൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീ PC ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജോസഫ് വാഴക്കൻ, ഇവിടെ നിങ്ങളുടെ മുന്നിൽ ശക്തമായി ഈ പറയുന്ന വിജിലൻസ് ഡയറക്ടറെ വിമർശിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭം വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് തന്നെ പറയുകയായിരുന്നു, തലയിൽ മുണ്ടിട്ടാണ് ഈ തത്ത പോയിരിക്കുന്നത്. VD സതീശൻ ഇന്ന് നിയമസഭയിൽ പറയുകയായിരുന്നു, ഈ തത്ത പറക്കുന്നുണ്ട്, പക്ഷേ ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിൽ മാത്രമാണ് പറക്കുന്നത് എന്ന്. അങ്ങനെ വരുമ്പോൾ EP-യുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് നിങ്ങൾ വിജിലൻസ് ഡയറക്ടറെ പ്രതിരോധത്തിലാക്കുന്നത്, പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ തന്നെ പറയുന്ന പഴങ്കഥകൾ വീണ്ടും പെരുപ്പിച്ച് നിങ്ങൾ അവതരിപ്പിക്കുന്നത് എന്തിന്? നിങ്ങളുടെ കേസ് ദുർബലമായതുകൊണ്ടാണോ ശ്രീ വാഴക്കൻ? ഒരിക്കലുമല്ല. ഞാൻ ശ്രീ ജേക്കബ് തോമസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം പുറത്തേക്കുള്ള വഴിയിലാണോ, അതിനു വേണ്ടിയിട്ടാണോ ഈ ഒരു സമയത്ത് ഇദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ച് എനിക്ക് ബലമായ സംശയമുണ്ട്. അതിന് കാരണങ്ങളുമുണ്ട്. കാരണം ശ്രീ ജേക്കബ് തോമസ് പിണറായി വിജയനെ കണ്ടപ്പോൾ പിണറായി വിജയൻ വിജിലൻസ് കേസെടുക്കാനല്ല പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അദ്ദേഹം ചീഫ് സെക്രട്ടറി ഒരു റിപ്പോർട്ട് ശ്രീ EP ജയരാജന്റെ കാര്യത്തിൽ ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് നേരെ ലോകായുക്തയുടെ മുമ്പിലേക്ക് വിടണം, അത് അവിടെ വെച്ച് തീർക്കണം എന്നുള്ള ഒരു മാൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള നിലയിൽ അത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല എഴുതി കൊടുത്ത
ആ പരാതിയിൽ വളരെ കൃത്യമായി അഴിമതി എങ്ങനെയാണ് നടന്നത് എന്നും എങ്ങനെയാണ് അഴിമതിയുടെ നിർവചനത്തിൽ വരുന്നത് എന്നും ഏതൊക്കെ വകുപ്പുകൾ പെടുമെന്നും കൃത്യമായി എഴുതി പരാതി കൊടുത്തിരിക്കുന്നുണ്ട്. അതിനകത്തൊന്നും മാറാൻ കഴിയില്ല. ആ വിവരം ആ ഒരു നിലപാടിൽ വിട്ടുപോകാൻ ജേക്കബ് തോമസിനും കഴിയാതെ വരികയോ അദ്ദേഹം അത് തയ്യാറാകാതിരിക്കുകയോ ചെയ്ത ഒരു സാഹചര്യത്തിൽ ഈ ഗവൺമെന്റും കണ്ണിൽ കരടായി വന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ജേക്കബ് തോമസ് ഇവിടെ ചില സൗജന്യങ്ങൾ ഈ ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട്. ഈ കേസിനകത്ത് ഇനിയൊരു ക്വിക്ക് വെരിഫിക്കേഷൻ ആവശ്യമുള്ളതല്ല. കാരണം ശ്രീ EP ജയരാജൻ തെറ്റ് പരസ്യമായി സമ്മതിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ കേസിൽ ബന്ധപ്പെട്ട എല്ലാവരും പാർട്ടി സെക്രട്ടറി പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, എല്ലാവരും പറഞ്ഞു തെറ്റ് ചെയ്തിരിക്കുന്നു, ബന്ധു നിയമനം നടത്തിയിരിക്കുന്നു, ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ നേരെ FIR ഇട്ട് പോകേണ്ടതാണ്. ഏതായാലും ജേക്കബ് തോമസിന്റെ ദിവസങ്ങൾ ഈ സ്ഥാനത്ത് എത്ര ദിവസം ഉണ്ടാകും എന്നതിനെ സംബന്ധിച്ച് എനിക്ക് സംശയമുണ്ട്. അത് കഴിഞ്ഞ ശ്രീ നീലകണ്ഠനോട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, മുൻ മന്ത്രിയുടെ പേരിൽ ഇപ്പോൾ ഒരു നടപടിയും വരില്ല. മുൻ മന്ത്രിയുടെ പേരിലല്ല ഇപ്പോൾ ഈ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് IAS ലോബിയിൽ നിന്നുമുള്ള ചില സംവിധാനങ്ങളുമുണ്ട്. IAS ലോബിയുടെ സമ്മർദ്ദം ഈ ഗവൺമെന്റിന്റെ മേലുമുണ്ട്. അവരൊക്കെ കൂടി ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ കൂടിയാണ് ഈ വാർത്ത പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അതല്ലാതെ നിർദോഷമായി വന്നിരിക്കുന്ന ഒരു വാർത്തയല്ല. കഴിഞ്ഞ മാർച്ചിലാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഈ കഴിഞ്ഞ 5-6 മാസം ഇത് പൂഴ്ത്തി വെച്ചിരുന്ന റിപ്പോർട്ട് EP ജയരാജന്റെ എതിരെ വിജിലൻസ് എൻക്വയറിയിലേക്ക് പോകുന്നു എന്ന് തോന്നിയപ്പോഴാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ പേരിൽ ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ആർക്കും ഇതിന്റെ പേരിൽ ഒരു അദ്ദേഹത്തെ മാറ്റി നിർത്തി എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. പിന്നെ നേരത്തെ ശ്രീ നീലകണ്ഠൻ പറഞ്ഞു കെ ബാബുവിന്റെ കാര്യത്തിൽ കെ ബാബുവിന്റേതായ അഭിപ്രായങ്ങളുണ്ട്. അത് വേറൊന്നിന്റെയും പേരിലല്ല. കെ ബാബുവിനെ അപമാനിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. ആരാണ് അതിന്റെ പിന്നിലെന്ന് എനിക്കറിയില്ല. പക്ഷെ അപമാനിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. മാത്രമല്ല, താങ്കൾ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളിൽ തുടർ ചർച്ച ആവശ്യമാണ്. ആ സമയത്ത് താങ്കളുടെ പങ്കാളിത്തവും വേണം. അതുകൊണ്ട് ദയവീത് ടെലിഫോണിൽ തുടരുക. എനിക്ക് ഇടവേളയിലേക്ക് പോകണം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് A. റഹീം, എന്തിന് തലയിൽ മുണ്ടിട്ട് പോയി? എന്തിന് മറ്റൊരു വാഹനത്തിൽ പോയി മുഖ്യമന്ത്രിയെ കാണണം? സ്വന്തം വാഹനത്തിൽ സ്വന്തമായ രീതിയിൽ തന്നെ പോയി കാണാം. അപ്പോഴാണെന്ന് പിണറായി പറഞ്ഞ കാര്യം ശരിയാവുക. വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയെ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് പോയി കാണാം. അതിലിങ്ങനെ ഒരു നാടകം വേണ്ടതല്ല. മാത്രവുമല്ല, ശ്രീ വാഴക്കൻ പറഞ്ഞതിനേക്കാൾ വ്യക്തതയോടുകൂടി, വാഴക്കൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും കൂടുതൽ വ്യക്തതയോടെ ഇന്നിപ്പോൾ നിയമസഭയിൽ ഈ വിഷയം വരികയാണ്. എന്തുകൊണ്ട് FIR ഇട്ട് അന്വേഷിച്ചുകൂടാ? എന്തിന് ത്വരിത പരിശോധന എന്ന വളഞ്ഞ മൂക്കിലേക്ക് പിടിക്കുന്നതിലേക്ക് പോകണം? കാരണം സുധീർ ശ്രീമതിയുടെ മകനാണെന്നത് വ്യക്തമല്ലേ? ആണ്. അവിടെ നിയമനം കിട്ടിയെന്നത് വ്യക്തമല്ലേ? ആണ്. ആ നിയമന ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിൽ EP ജയരാജൻ്റെ പങ്കാളിത്തം വ്യക്തമല്ലേ? ആണ്. ഇനി പ്രതി തന്നെ കുറ്റസമ്മതവും നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നതും വ്യക്തമാണ്. അങ്ങക്ക് ഇനി ആരെ തള്ളിപ്പറഞ്ഞാലും കോടിയേരിയെ തള്ളിപ്പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു FIR ഇടാതെ വീണ്ടും ഈ പറയുന്ന പ്രാഥമിക അന്വേഷണം എന്ന് പറയുന്നതിലേക്ക് അദ്ദേഹം പോകുന്നത് തലയിൽ മുണ്ടിട്ട് ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിൽ മാത്രം ഈ പാവം തത്ത പറക്കുന്നത് കൊണ്ടല്ലേ? ശ്രീ വേണു, ഒരേ സമയം ശ്രീ ജോസഫ് വാഴക്കൻ 2 കാര്യങ്ങൾ പറഞ്ഞു, വിരുദ്ധമായ കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞു ഈ ഗവൺമെൻറ്റിന് കുറേ ആനുകൂല്യങ്ങൾ ശ്രീ ജേക്കബ് തോമസ് ചെയ്തു തരുന്നു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ഈ ഗവൺമെൻറ് അനിഷ്ടമായ എന്തോ കാര്യം ചെയ്തത് കാരണം ഇദ്ദേഹത്തെ മാറ്റുന്നതിന് വേണ്ടി ഈ വാർത്ത പുറത്ത് വന്ന് ഗൂഢാലോചന നടത്തിയെന്ന്. ഒരു ചർച്ചയിൽ തന്നെ ഇത്രയും വ്യത്യസ്തമായി ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ കോൺഗ്രസ്സുകാർക്കല്ലാതെ വേറെ ആർക്കും പറ്റില്ല. ഞാൻ അത്രേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. പിന്നെ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയ്ക്കുള്ളിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ കാണാൻ ചെന്നിട്ടില്ല. ആ കാര്യം അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇനി ചെന്നാൽ തന്നെ എന്താ കുഴപ്പം? അതൊരു ആരോപണത്തിന് വേണ്ടി ശരിവെച്ചാൽ തന്നെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി അല്ല ഇന്ന് സഖാവ് പിണറായി വിജയൻ. CPIMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ല ഇന്ന് സഖാവ് പിണറായി വിജയൻ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഒരു ഉദ്യോഗസ്ഥൻ ചെന്ന് കണ്ടതിൽ എന്താണ് ഇത്ര വലിയ ആരോപണം ഉന്നയിക്കാൻ? ശ്രീ വേണു, ഇവരുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. ആവനാഴിയിലെ എല്ലാം അവസാനിക്കുകയാണ്. ശരിയാണ്, ഇതൊക്കെ മറുവാദമാണ്. പക്ഷേ റഹീം, ഇവിടെ ചില ഔചിത്യമുണ്ട്. വിജിലൻസ് ഡയറക്ടർക്ക് സ്വന്തം വണ്ടിയിൽ പോകാം. 7 മണിക്ക് പോയതിലും തെറ്റൊന്നുമില്ല. ഒരാൾ നേരത്തെ എഴുന്നേറ്റ് കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടുന്നുവെങ്കിൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രിയും ഉണ്ടെങ്കിൽ നാടിന് നല്ലത്. 8 മണിക്ക് അദ്ദേഹത്തിന് പാസിംഗ് ഔട്ട് പരേഡിലേക്ക് പോകണം. ശരി, പാസിംഗ് ഔട്ട് പരേഡിന്റെ ഒരു കാര്യത്തിലും കൂടെ പോകണമെന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതേ ദിവസം. എന്തായാലും 7 മണിക്കത്തെ കൂടിക്കാഴ്ച നല്ല കാര്യം. പക്ഷേ സുമോ വണ്ടി എടുത്തിട്ട് പോകേണ്ട കാര്യം എന്താണ്? ഈ FIR ഇടുന്നതിൽ ഇങ്ങനെ മുടന്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെയാണ് വരുന്ന ചോദ്യങ്ങൾ.
നിങ്ങൾക്ക് തന്നെ അറിയാലോ, ജോസഫ് വാഴക്കൻ പറയുന്നത് എന്താ, ഞങ്ങൾക്കെതിരെ എന്തോ അദ്ദേഹം പ്രവർത്തിച്ചു എന്നല്ലേ, പിന്നെ എന്ത് ഫേവർ ചെയ്തെന്നാണ് പറയുന്നത്? എന്ത് ഫേവർ അദ്ദേഹം ചെയ്യുമെന്നാണ് പറയുന്നത്? നിങ്ങൾ പറയുന്നു EP നിയമോപദേശം സമ്മതിക്കുകയും മന്ത്രിസ്ഥാനം ചരിത്രത്തിൽ ആദ്യത്തെ ഒഴിവാക്കുകയും. സംഭവമാണ്. ഞാൻ പറയട്ടെ ശ്രീ ജോസഫ് മുല്ലശ്ശേരി, അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. സഖാവ് EP കൺഫസ് ചെയ്തെന്ന് പറയുന്നത് ധാർമ്മികതയിൽ മുൻനിർത്തിയ കാര്യമാണ്. നിയമപരമായ കാര്യങ്ങൾ വിജിലൻസ് ധാർമ്മികതയാണോ നോക്കുന്നത്? വിജിലൻസ് നിയമപരമായി അഴിമതി നിരോധന നിയമത്തിന്റെ കീഴിൽ ഇത് വരുമോ അതാണ് നോക്കുന്നത്. ലളിതകുമാരി കേസിൽ എന്താ പറഞ്ഞത്? ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തകർക്കെതിരെ ആരോപണം ഉയർന്നു വരുമ്പോൾ അത് പരിശോധിക്കപ്പെടണം. അങ്ങനെയല്ല. The scope for QV is only when there is a vague allegation. There is no scope for QV when there is clear and specific allegation. അതുകൊണ്ട് ക്ലിയർ ആയിട്ടും സ്പെസിഫിക് ആയിട്ടുള്ള അലിഗേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ 3 കാര്യങ്ങൾ. ക്ലിയർ ആയിട്ടും സ്പെസിഫിക് ആയിട്ടുമുള്ള അലിഗേഷൻ ആണ് ഉയർന്നു വന്നത് എന്നത് പ്രതിപക്ഷത്തിന്റെയും ആരോപണം ഉന്നയിച്ചവരുടെയും ഒഴിഞ്ഞത് അദ്ദേഹത്തെ നിയമനം റദ്ദാക്കി. ശരി, എനിക്ക് റഹീം വേഗം ഇടവേളയിലേക്ക് പോകണം. ഞാൻ പറയട്ടെ, അല്ലല്ല ഇതിനകത്ത് ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ഇങ്ങനെ കോപാകുലനാവേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഇതിനകത്ത് മന്ത്രിസ്ഥാനം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. ധാർമ്മികതയെ മുൻനിർത്തി ഒരു കാര്യം ഉയർന്നു വന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വിഷയത്തിൽ ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഉയർന്നു വന്ന വിഷയങ്ങൾ ഗൗരവമുള്ളതാണ്. LDF അല്ല UDF, UDF അല്ല LDF, നിങ്ങൾ കാണാൻ പോകുന്നു. ശക്തമായ നടപടിയുടെ സൂചന കോഴിക്കോട് വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞ സഖാവ് പിണറായിക്ക് പിന്നെ എന്ത് തരത്തിലുള്ള സംരക്ഷണത്തിൻ്റെ കവചമാണ് രണ്ടാമതൊരുക്കാൻ ജേക്കബ് തോമസ് എന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ സഹായം ആവശ്യം ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം? മനസ്സിലാവുന്നില്ല എനിക്ക്. ഈ ഗവൺമെൻറ്റിൻ്റെ നയം അന്ന് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചില്ലേ വാക്വരികൾക്കിടയിലൂടെ? ഈ ഗവൺമെൻറ് ഒരു തരത്തിലുമുള്ള അഴിമതിയെ വെച്ച് പഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഇവിടെ ഇപ്പോൾ സഖാവ് EP രാജിവെച്ച് എങ്ങനെയാ ധാർമ്മികതയുടെ പ്രശ്നം ഉയർന്നു വരുന്നു. ശരി, അതൊക്കെ നാം ചർച്ച ചെയ്താണ്. റഹീം, ഞാൻ ഇടപെടുകയാണ്. എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. റഹീം, ഞാൻ തിരികെ എത്താം. അതിനുശേഷം ഇടവേളയിലേക്ക് പോകേണ്ട. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളും ധനകാര്യ വകുപ്പും തമ്മിൽ എന്തു ബന്ധം? ഇടവേളയ്ക്ക് ശേഷം.